വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ അലീനയുടെ ഫോൺ സംഭാഷണം എല്ലാം കേട്ട് വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ വൈജയന്തിക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നും തിരിച്ചറിഞ്ഞ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയുടെ മൂത്ത സഹോദരനെ കാണാൻ വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ സഹോദരന്റെ അടുത്തുനിന്ന് കാര്യങ്ങളെല്ലാം സത്യം എല്ലാം തിരിച്ചറിഞ്ഞ് മാനസിക സമ്മർദ്ദവും എല്ലാം കൂടി അമിതമായ മദ്യപാനും എല്ലാം തന്നെ ആയിട്ട് ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. അതിനുശേഷം അലീന എന്തായാലും ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ആംബുലൻസും എല്ലാം വിളിച്ചെല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തി ആണെങ്കിൽ കമലേനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ വീണു എന്നോ ബാലചന്ദ്രൻ എന്തോ സ്ട്രോക്ക് ഉണ്ടായി എന്നൊക്കെ അലീന വിളിച്ചു പറഞ്ഞു. കമലയുടെ മനുവിനെ ഒന്ന് വിളിച്ചറിയിക്കണം കേട്ടോ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അലീനേനെ. അപ്പൊ അലീനയാണെങ്കിലും ബാലചന്ദ്രനെ ഇങ്ങനെ ആംബുലൻസിലൊക്കെ കയറ്റുന്ന തിരക്കിലായിരുന്നു. അപ്പൊ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ബാലചന്ദ്രനെ കൃത്യസമയത്ത് തന്നെ അവര് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ അലീന ബാലചന്ദ്രനെ ആംബുലൻസിൽ കയറ്റി ഉടനെ തന്നെ ശർമ്മേനോട് പറയുന്നുണ്ടായിരുന്നു ഞാനും കൂടെ വരാം, ഞാൻ മുത്തശ്ശിനോടൊന്ന് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് വേഗം ഓടിപ്പോയി മുത്തശ്ശിനോട് പറയാണ് കേട്ടോ. മുത്തശ്ശിയെ പേടിക്കൊന്നും വേണ്ട, ബാലചന്ദ്രൻ സാറിനെ കൊണ്ടുപോകാൻ ആംബുലൻസ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, മുത്തശ്ശിക്ക് കൂട്ടിന് ആരെങ്കിലും ഒക്കെ വരൂ കേട്ടോ, ഞാൻ ഡോറ് പുറത്തുനിന്ന് പൂട്ടിക്കോളാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മുത്തശ്ശിനോട് പോകുന്നത്. മുത്തശ്ശിനെ സമാധാനിപ്പിച്ചിട്ടാ പോകുന്നത് കേട്ടോ. അപ്പൊ പുറത്തുനിന്ന് ഡോറൊക്കെ പൂട്ടിയിട്ട് തന്നെയാണ് അലീന ആംബുലൻസിൽ കയറുന്നത്. അങ്ങനെ പിന്നെ അവര് വേഗം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഡോക്ടർ ശർമ്മയും കൂടെ ഉണ്ടായിരുന്നു അലീനയുടെ കൂടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടനെ തന്നെ ഐസിയുലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അതിന്റെ പിന്നാലെ തന്നെ വൈജയന്തി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പൊ വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടാണ് കേട്ടോ ചെയ്യുന്നത്. അലീനയാണെങ്കിലും ഐസിയുന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പൊ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ സാറിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പൊ നീ എന്തിനാ ഇവിടെ കാവൽ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ നീ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാനാണ് ഇങ്ങനെ സാറിനെ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിപ്പോ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ അതിങ്ങനെ പറഞ്ഞ് നടക്കൊന്നും വേണ്ട, നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, വേഗം ഇവിടുന്ന് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയൂ കേട്ടോ. അപ്പൊ അലീനയ്ക്കാണെങ്കിലും അതും കൂടെ കേൾക്കുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്. അലീന പറയുന്നുണ്ടായിരുന്നു പാലം കടക്കുവോളം അതങ്ങനെ മുഴുമിപ്പിക്കുന്നില്ല കേട്ടോ, ഇത് അതിന്റെ അപ്പുറത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വൈജയന്തിക്കാണെങ്കിലും നല്ല ദേഷ്യമാണ് കേട്ടോ, വീട്ടിലേക്ക് പോകാൻ തന്നെയാ പറയുന്നത്. അപ്പൊ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോകണം എന്ന് പറയാനും മാഡത്തിന് എന്താ അവകാശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി അന്ന് ദേഷ്യത്തിൽ അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴേക്കും മനു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് കാണിക്കുന്നുണ്ട്. മനു ആണെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അലീനേനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സാറിനെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഞാനിവിടെ കാർഡിയാക് ഐസിയുന്റെ അവിടെ ഉണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പൊ മനു ആണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് മനു വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടെ വന്ന ഉടനെ ഐസിയുലേക്കാണ് കയറ്റിയത്, എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ OT-യിലേക്ക് മാറ്റി എന്ന് പറയും. എന്തായാലും അപ്പോഴേക്കും ഡോക്ടർ ശർമ്മ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശർമ്മേനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മനു ആണെങ്കിലും. അപ്പോ ശർമ്മ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് അലീന CPR കൊടുക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുകയും എന്നെയൊക്കെ വിളിച്ചറിയിച്ചുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്നു, ബാലചന്ദ്രന്റെ ജീവൻ രക്ഷിക്കാനായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ട്രോക്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല 2-3 ബ്ലോക്ക് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും അലീനയാണല്ലോ CPR ഒക്കെ കൊടുത്ത് രക്ഷിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ OP-യിലേക്ക് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഞാനും കൂടെ വരാം, എനിക്ക് കുറച്ച് ഡൗട്ട് തീർക്കാനുണ്ട് എന്ന് പറയും. അങ്ങനെ പിന്നെ മനു ഡോക്ടർ ശർമ്മേനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ബാലചന്ദ്രൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. അപ്പൊ മനു പറയും അങ്കിളിന് അങ്ങനെ മദ്യപിക്കുന്ന ശീലമൊന്നുമില്ല, വല്ലപ്പോഴും ബാറിലേക്ക് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും വൈജയന്തി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ബാലചന്ദ്രന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. വൈജയന്തി ആണെങ്കിലും അവിടെ വന്നിരുന്നപ്പോ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സാറാണല്ലോ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നൊക്കെ ഇങ്ങനെ പറയും. എന്താ അങ്ങനെ എത്തിക്കണ്ടായിരുന്നോ എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് ശർമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ല അതൊരു നല്ല കാര്യമാണ്, അപ്പൊ അതിന് ഞാൻ നന്ദി പറയാണെന്നൊക്കെ പറയുമ്പോൾ നന്ദി എന്നോടല്ല പറയേണ്ടത്, എന്നെ പെട്ടെന്ന് വിളിച്ചറിയിച്ചത് നിങ്ങളുടെ സെർവന്റ് ആണ് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് CPR അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ബാലചന്ദ്രനെ രക്ഷിക്കാൻ പറ്റിയത് എന്ന് പറയും.
അപ്പോൾ അതൊക്കെ ഇപ്പൊ ആർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് പുച്ഛിച്ച് തള്ളുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ വൈജയന്തി ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്, ഇപ്പൊ ബാലചന്ദ്രന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കൂട്ടോ. അപ്പൊ അതന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്, കറക്റ്റ് സമയത്ത് അലീന CPR എല്ലാം കൊടുത്ത് എന്നെ വിളിച്ചൊക്കെ അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് എല്ലാം കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞത് അതന്നെയല്ലേ എന്ന് പറയൂട്ടോ. അപ്പൊ അത് വൈജയന്തിക്ക് അങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ അലീന ICUവിന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രന്റെ ബൈസ്റ്റാൻഡർ അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അലീന ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് എന്തോ പേപ്പറൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാലചന്ദ്രന്റെ റിലേറ്റീവ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ അല്ല, അങ്ങനെ റിലേറ്റീവ്സ് ഇങ്ങനെ ശർമ്മ ഡോക്ടറുടെ റൂമിലുണ്ട്, അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ പിന്നെ നേഴ്സ് അങ്ങോട്ട് പോവാണ്. അപ്പൊ അവരെ കൊണ്ട് എന്തായാലും സൈനൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി വല്ല കടലാസിൽ ഒപ്പിടാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തൽക്കാലം ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീന അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അലീന അവിടെ നിൽക്കുന്നത് വൈജയന്തിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇവളോട് വീട്ടിലേക്ക് പോകാൻ പറയും, ഞാൻ പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ല എന്ന് പറയട്ടെ. അപ്പൊ മനു വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, അലീന ഇവിടെ നിന്നതുകൊണ്ട് ആന്റിക്ക് എന്താ, അവള് ഇങ്ങനെ ആന്റിയുടെ തലയിൽ ചവിട്ടിയൊന്നല്ലോ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മനു പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ എല്ലാ കാര്യങ്ങളും അലീന തന്നെയാണല്ലോ ചെയ്തത്, അപ്പൊ ഇത്തിരിയെങ്കിലും ഒരു നന്ദി കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോ, ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തിയുടെ മുഖത്ത് നോക്കി തന്നെ. എന്നിട്ട് അപ്പൊ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, വീട്ടിലാരുമില്ല, അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുക്കണ്ടേ, അമ്മയുടെ കാര്യമൊക്കെ നോക്കണ്ടേ, അതുകൊണ്ടാണെന്ന് പറയട്ടോ. അപ്പൊ അവളോട് വീട്ടിലേക്ക് പോകാൻ പറയുന്ന പറയുമ്പോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയട്ടെ. അപ്പൊ അലീനയോട് ഓട്ടോയിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനു ആണെങ്കിലും വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയട്ടെ. അപ്പൊ നിനക്ക് അത് ബുദ്ധിമുട്ടാവെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ സമയക്കുറവൊന്നുമില്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈയും പിടിച്ച് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ അലീനയ്ക്കാണെങ്കിൽ എന്തോ പോലെ ആവുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലും മനു അലീനയുടെ കയ്യിൽ പിടിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. മനു അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മനഃപൂർവ്വം കയ്യിൽ കയറി പിടിച്ചത് തന്നെയാണ്, ഇങ്ങനെയുണ്ട് ഒരു കുശുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു തന്നെയാണ് കേട്ടോ. പിന്നീട് അവര് കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും അലീന എന്തോ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇത്ര ചിന്തിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബാലചന്ദ്രനാണെങ്കിലും ഭയങ്കര ടെൻഷനിലും ഒക്കെ തന്നെയാണല്ലോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലചന്ദ്രന്റെ കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്തോ ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇങ്ങനെ വരാനൊന്നും ഒരു സാധ്യത ഇല്ലാത്ത ആളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനെ കുറിച്ച് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ വൈജയന്തിയുടെ സ്വഭാവവും ഒക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടാട്ടോ പോകുന്നത്. ചെസ് ബോർഡിലെ ക്യൂനാണ് ആന്റി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആന്റിക്ക് ആരെ വേണമെങ്കിലും വെട്ടാലോ എന്ന് പറയും. അപ്പൊ അലീന പറയുന്നുണ്ടായിരുന്നു, ചെസ് ബോർഡിൽ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ക്യൂനുള്ളത്, ഇവിടെ അത് നേരെ തിരിച്ചാണ് എന്ന് പറയും കേട്ടോ. ഇവിടെ രക്ഷിക്കാനല്ല ശിക്ഷിക്കാനാണ് എന്നിങ്ങനെ പറയും. അലീനയാണെങ്കിലും സങ്കടത്തോടുകൂടി പറയുന്നുണ്ടായിരുന്നു, എന്നോട് നന്ദിയൊന്നും പറയണ്ട, എന്നാലും ഇങ്ങനെ വഴക്ക് പറയാതിരുന്നൂടെ, ഞാനല്ല എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ, എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അതില് ബാലചന്ദ്രനോട് മനു പറയുന്നുണ്ടായിരുന്നു, ആന്റിക്ക് ഇങ്ങനെ അങ്കിളിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന്. അപ്പൊ കൈതക്കൽ മാളിയേക്കലെ വീട്ടിലെ ആരും എന്നെ കാണാൻ വരണ്ട, അലീന എവിടെയെന്നാണ് കേട്ടോ ബാലചന്ദ്രൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അലീന പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് കാറിലിരുന്നു മനുവിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ. മനു പറയും, ഈ അവസ്ഥയിൽ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ രോഹിതിനെയും ബബിതനെയും എല്ലാം അങ്ങനെ മനുവേട്ടന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൂടെ ശനി അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയല്ലോ, എന്നാൽ പിന്നെ എനിക്ക് നാളെ പോവായിരുന്നു എന്ന് പറയും. അപ്പൊ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഈ അവസ്ഥയിൽ അവരെ വിട്ടിട്ട് ഇങ്ങനെ അലീന പോകുന്നത് ശരിയല്ല, ഇങ്ങനെ ആന്റി എന്തായാലും ഹോസ്പിറ്റലായിരിക്കുമല്ലോ, അപ്പൊ വീട്ടിലൊരാൾ വേണ്ടേ എന്നൊക്കെയാണ് കേട്ടോ മനു പറയുന്നത്. പിന്നീട് മുത്തശ്ശിനോടാണെങ്കിലും മനു പറയുന്നുണ്ടായിരുന്നു, അലീന ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്കിളിന് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും വീണ്ടും പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മനു ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആന്റിയുടെ ആ മോശയുടെ സ്വഭാവമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, ഞാൻ അതിന് തക്ക മറുപടി കൊടുക്കും, ഇനിയിപ്പോൾ അത് ആന്റി ആണെങ്കിലും അമ്മയാണെങ്കിലും കൊടുക്കും, അപ്പോൾ ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ അലീന. മനു അങ്ങനെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അലീന പിന്നെ പോകുന്നില്ല എന്നങ്ങ് സമ്മതിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്